വിഷ്ണു തലവൂർ, ഈ രാജീവ് ചന്ദ്രശേഖരനെതിരായ വാർത്ത കൈരളി ന്യൂസ് ഒക്ടോബർ 16 നൽകുമ്പോൾ ഒക്ടോബർ 17 അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൈരളി ന്യൂസിനോടുണ്ടാകുമ്പോൾ പിന്നീട് പല മാധ്യമങ്ങൾക്കും ആഴ്ചകൾക്ക് ശേഷം ഇത് എടുക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിൽ വലിയ ചോദ്യമായി മാധ്യമപ്രവർത്തകർ ചോദിച്ചതിനെല്ലാം അദ്ദേഹത്തിന് മറുപടിയില്ലാതെ പോകേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. കൂടെയുള്ള BJP നേതാക്കന്മാരാണ് അദ്ദേഹത്തിന് വേണ്ടി ആക്ഷേപത്തിൽ കലർന്ന് മറുപടി എന്ന നിലയിൽ പ്രതിരോധം തീർക്കുന്നത്. ഇത്യാദി വിഷയങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഇതിനെതിരെ കൃത്യമായൊരു നിലപാടെടുക്കാത്തതാണ്. ഇന്ന് കേരളത്തിൽ നിന്നും അതിന് സമാനമായ ചില പ്രതികരണം വരുന്നു. VD സതീശൻ, ലോകത്തെ ഏത് വിഷയത്തിലും പ്രതികരണം പറയുന്ന VD സതീശൻ പറയുന്നത് രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായാണ്. രാജീവ് ചന്ദ്രശേഖരൻ നേതാക്കന്മാരായാൽ അത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടാകും അത്രേ. ഇന്നിപ്പോൾ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട ലോകായുക്തയുടെ അന്വേഷണവും അതിൻ്റെ ഇഴഞ്ഞു നീക്കവും ഉണ്ടല്ലോ, ആ വസ്തുതയിലേക്ക് കൂടി ഒന്ന് പോയാൽ. അജിംഷാദ്, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം കോൺഗ്രസ് സർക്കാർ ഇവിടെ കർണാടക ഭരിക്കുമ്പോൾ പോലും ഈ രാജീവ് ചന്ദ്രശേഖരൻ അല്ലെങ്കിൽ BPL കമ്പനിക്കെതിരായിട്ടുള്ള പരാതിയിൽ യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിലൊരു അന്വേഷണം ലോകായുക്തയുടെ കയ്യിലേക്ക് എത്തുന്നത് 2014 അതിനും ഒരു വർഷം മുന്നേ 2013 അന്ന് സിദ്ധരാമയ്യ തന്നെയാണ് കൃത്യമായി പറയുന്നത് ഇത്തരത്തിൽ BPL കമ്പനിക്ക്, രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടുന്ന BPL കമ്പനിക്ക് 175 ഏക്കർ ഭൂമി നൽകിയത് അത് അനധികൃതമായിട്ടാണ്, വലിയ അഴിമതി ഇതിന് പിന്നിലുണ്ട്, അത് ലോകായുക്ത എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്ന് സിദ്ധരാമയ്യ തന്നെയാണ് പറയുന്നത്. പിന്നീട് 2014 ലോകായുക്തയുടെ മുന്നിലേക്ക് ഈ ഒരു കേസെത്തുന്നു. 2014 കേസെത്തുന്നു. അതിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടൊക്കെ തന്നെ 2015 ഇവിടെ ലോകായുക്തയ്ക്ക് സമർപ്പിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ഒരു അന്തിമ പരിശോധനയ്ക്ക് വേണ്ടി ആദ്യമായി ഈ അന്വേഷണ റിപ്പോർട്ട് ലോകായുക്തയ്ക്ക് മുന്നിലെത്തുന്നത് 2015 നവംബർ 29 പക്ഷേ അന്നു മുതൽ ഇന്ന് വരെ 11 വർഷക്കാലത്തോളം ഇതിൽ ഒരു കൃത്യമായിട്ടുള്ള നടപടികളിലേക്കോ കൂടുതൽ അന്വേഷണത്തിലേക്കോ പോകാതെ അത് മരവിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ലോകായുക്തയ്ക്ക് മുന്നിൽ 21 തവണയാണ് അന്തിമ പരിശോധനയ്ക്ക് വേണ്ടി ഫയൽ എത്തിയത്. പക്ഷേ ഇപ്പോഴും അതിൽ ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ നിരവധി പരാതികൾ ഈ BPL കമ്പനിക്ക് ഭൂമി നൽകിയതും മറച്ചു വിറ്റതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 60 കർഷകരുടെ കയ്യിൽ നിന്നുള്ള ഭൂമിയാണ് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡ് അത് ഈ തുച്ഛമായ വിലയ്ക്ക് ഏറ്റെടുക്കുകയും പിന്നീട് BPL കമ്പനിക്ക് നൽകുകയും ചെയ്തത്. അതിൽപ്പെട്ട ഒരു കർഷകൻ തന്നെ ഇത്തരത്തിൽ ലോകായുക്തയ്ക്ക് മുന്നിൽ പരാതി നൽകിയിരുന്നു. അത് 2017 ജൂണിലാണ് ഈ കർഷകനായിട്ടുള്ള കെമ്പണ്ണ ഈ ലോകായുക്തയ്ക്ക് മുന്നിൽ ഒരു പരാതിയുമായിട്ട് എത്തുന്നത്. പക്ഷേ ആ പരാതിയുടെ സ്റ്റാറ്റസും നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോഴും ആ കർഷകർ നൽകിയ പരാതി പോലും ഒരു അന്തിമ പരിശോധനയ്ക്ക് വേണ്ടി ഇപ്പോഴും കെട്ടിക്കിടക്കുന്നത് തന്നെയാണ് നമുക്ക് ലോകായുക്തയുടെ വെബ്സൈറ്റിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് 2013 സിദ്ധരാമയ്യ തന്നെയാണ് ഇത്തരത്തിൽ വലിയ അഴിമതി നടന്നു എന്നൊരു കാര്യം വ്യക്തമാക്കിയത്. പിന്നീട് വീണ്ടും കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ വരുന്നു, സിദ്ധരാമയ്യ സർക്കാർ വരുന്നു. പക്ഷേ ഈ സിദ്ധരാമയ്യ സർക്കാർ, കോൺഗ്രസ് സർക്കാർ കർണാടകത്തിൽ അധികാരത്തിലെത്തി 2 വർഷം കഴിഞ്ഞിട്ട് പോലും ഇത്തരത്തിൽ ഈ കേസിൽ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. ആ തരത്തിൽ BJP നേതാവിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെ കർണാടക സർക്കാർ, കോൺഗ്രസ് കൈക്കൊള്ളുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അജിംഷാദ്.